ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, പോസ്റ്റ് മാർക്കറ്റിന്റെ വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്താൽ ഒരു ഹോൾട്ട് ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. മാർക്കറ്റിൽ വലിയ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്താൽ നമ്മൾ പോസിറ്റീവായിട്ട് ട്രേഡുകൾ പ്ലാൻ ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾട്ട് ക്യാൻഡിൽസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് ലൈവിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു 24,600ൻ്റെയും ഈ ഇപ്പൊ നിൽക്കുന്ന ഏരിയയുടെയും ഉള്ളിൽ മാർക്കറ്റ് തീരാം, 24,700ൻ്റെയും അകത്ത് തീരാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഒരു പ്രോപ്പർ വ്യൂ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഏരിയ ട്രേഡ് ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി മാർക്കറ്റ് ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത്, ഈ ഒരു തരത്തിൽ ഇന്ന് രാവിലെ പറഞ്ഞത്. കാരണം നമുക്ക് പറഞ്ഞായിരുന്നു ഈ ഒരു വോൾട്ടാലിറ്റി ക്രിയേറ്റ് ചെയ്ത സമയത്താണ് പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഇന്നുണ്ടായിരുന്നു. രാവിലെ മാർക്കറ്റ് വന്നു, കറക്റ്റ് സപ്പോർട്ട് എടുത്തു, സപ്പോർട്ട് ഇത് തിരിച്ച് കയറി ഇവിടെ ഹോൾഡ് ചെയ്യുകയാണ്, ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്തിട്ട് തിരിച്ച് മേലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു, ട്രേഡുകൾ പ്ലാൻ ചെയ്യുമായിരുന്നു. പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തു, കറക്റ്റായിട്ട് കഴിഞ്ഞ ദിവസത്തെ ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, സെൽ ഓഫ് വന്നു. അതിനുശേഷം ആ ഒരു സെൽ ഓഫ് 24,600 എന്നുള്ള ലെവലിൽ 761 600 എന്നുള്ള ലെവലിലേക്ക് 160 പോയിന്റോളം ഡൗൺ സൈഡ് വന്നു. പക്ഷേ ക്ലോസിംഗ് 24,650 600 ആ ലെവലിൽ വന്നിട്ടാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇനി നാളേക്ക് മാർക്കറ്റിൽ ഒരു ചെറിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് എന്തിട്ട് നിഫ്റ്റിയിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഈ ഒരു ലെവലിൽ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ലെവലിന്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസിംഗ് തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, മേലക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് ട്രേഡ് എന്ന് പറയുന്നത് ഈ ഒരു സോണിന്റെ മുകളിൽ 24,790 അല്ലെങ്കിൽ 800ന്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് തന്ന് അതിന്റെ മുകളിൽ മാർക്കറ്റ് പോകുമ്പോൾ കിട്ടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ട്രേഡ് ഉണ്ടാവുക. ഗ്യാപ് ഡൗണിൽ നമ്മൾ നിലവിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ഈ ഒരു ലെവലിന്റെ താഴേക്ക് മാർക്കറ്റ് 24,500 താഴേക്ക് വരുന്ന അത്രയും നേരം ചെയ്യുന്നില്ല, നമ്മൾ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും എന്ത് ചെയ്യും, ഒരു സൈഡ് വൈസ് മാർക്കറ്റിൽ അല്ലെങ്കിൽ വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗ്യാപ്പ് അപ്പിൽ മാത്രമാണ് നാളെ നിഫ്റ്റിയിൽ നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ, അതല്ലാത്ത ട്രേഡുകളൊന്നും നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി നിഫ്റ്റി ബാങ്കിന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം കുറച്ചും കൂടെ ഒരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തത്, അല്ലെങ്കിൽ ഇന്നൊരു പെർസെൻറ്റേജ് പോലും മൂവ് ചെയ്യാത്ത മാർക്കറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, 0% നമുക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ മാർക്കറ്റ് ക്ലോസിംഗ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ഏരിയ നമുക്ക് ഈ ഇതിന് മുമ്പത്തെ സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മേലൊക്കെ ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. നമുക്കറിയാം മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ലൈൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ പുറത്തുനിന്നുണ്ട് ഒരു സോൺ ബ്രേക്ക് ചെയ്യാതെ നിൽക്കുകയാണ് മാർക്കറ്റ്. അപ്പോൾ അടുത്ത ഒരു ട്രെൻഡ് കിട്ടുന്ന സമയത്ത്, ഇപ്പം ഇന്ന് മാർക്കറ്റിൽ നിഫ്റ്റി താഴെ വന്ന സമയത്ത് അല്ലെങ്കിൽ നിഫ്റ്റി സൈഡ് വൈസ് ആയ സമയത്ത് നോക്കിയാൽ മനസ്സിലാവും ഇതും സെയിം സിനാരിയോ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നാളെ നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്നതാണ് ഈ ഒരു ലെവൽ ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ലെവലിന് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാന്നുള്ളത് നമ്മൾ ഇതിനുമ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ട്രേഡുകൾ ഏറ്റവും നല്ല ട്രേഡുകൾ 54,060 അല്ലെങ്കിൽ 54,400 എന്നുള്ള ലെവലിൽ ടാർഗറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. 52,600 അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഉണ്ടാക്കിയ ഈ ഒരു സോണിലാണ് മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, മേലക്കുള്ള ട്രേഡുകൾ മാത്രമാണ് പ്ലാൻ ചെയ്തത്. അപ്പം ഏറ്റവും നല്ല ട്രേഡ് എന്ന് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കോൾ സൈഡിലുള്ള ട്രേഡ് ആയിരിക്കും. അതല്ലാത്ത ട്രേഡുകൾ ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല, പേഴ്സണലി പ്ലാൻ ചെയ്യുന്നില്ല. അല്ല എന്നുണ്ടെങ്കിൽ വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ നിഫ്റ്റിയും സെൻസെക്സും ഒരേപോലെ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയാത്തത്. കാരണം നിഫ്റ്റിയിൽ എന്താണോ മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നത് സെയിം മൂവ്മെന്റ് ആയിരിക്കും എന്നുണ്ടാവുക സെൻസെക്സിലും ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത്. അപ്പോൾ നാളെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് മേലേക്ക് ബ്രേക്ക് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, നിഫ്റ്റി ബാങ്കിൽ ട്രേഡ് ചെയ്യാം. നിഫ്റ്റി 50യിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താലായിരിക്കും നല്ല ട്രേഡ് കിട്ടുക. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർനൂൺ സെഷനിൽ എന്ത് ചെയ്യണം, നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഹോൾസെയിലിലെ ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. അതല്ലാത്ത കേസിൽ ട്രേഡുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇന്നും ഫിക്സ് 7% അല്ലെങ്കിൽ 9% മുകളിൽ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നല്ല പ്രീമിയം പമ്പിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് മാർക്കറ്റിൽ ഫോളോഅപ്പ് ആയത്, പ്രീമിയം പമ്പിങ് ഒന്നും ഇല്ലാതിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.